CPIM-ൽ അശോക് ദാവളേക്ക് അയച്ച ഒരു കത്തുമായി ബന്ധപ്പെട്ട വിഷയം, അത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ്റെ മകൻ അത് ചോർത്തിയെടുത്തു എന്നുള്ള രീതിയിൽ പുറത്തു വന്ന റിപ്പോർട്ടുകൾ. MA ബേബിയും MV ഗോവിന്ദനും രണ്ട് തട്ടുകളിലാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ബേബിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിൽ പിടിമുറുക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. CPIM-ൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. പക്ഷേ MV ഗോവിന്ദൻ്റെ വില പോലും സംസ്ഥാന രാഷ്ട്രീയത്തിൽ ബേബിക്ക് കൊടുക്കുന്നില്ല. MV ഗോവിന്ദനെയാണ് വലിയ തോതിൽ ആനയിക്കുന്നത്. CPIM-ൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ KK രാഗേഷിനുള്ള വെയിറ്റ് പോലും MA ബേബിക്കില്ല എന്ന് പല നേതാക്കളും പറഞ്ഞു പരിഹസിക്കുകയാണ്. അതിന് കാരണമാകുന്നത് കണ്ണൂർ ലോബിയുടെ മുരുക്കുമുഷ്ടിയും CPIM-ൻ്റെ താൻ പോരിമയും തിണ്ണമെടുക്കും തന്നെയെന്ന് MA ബേബിക്കും വളരെ വ്യക്തമായി അറിയാം. ബേബിയെ സംബന്ധിച്ചിടത്തോളം തന്നെ രാഷ്ട്രീയപരമായി ഒതുക്കിയത് പിണറായി വിജയൻ്റെ ബുദ്ധി തന്നെയാണ്. പിണറായി വിജയൻ പരനാറി പ്രയോഗം ഉപയോഗിച്ചത് കൊണ്ട് തന്നെയായിരുന്നു 2014 തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് തോറ്റത് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന വ്യക്തി തന്നെയാണ് MA ബേബി. ബേബിയെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു രാഷ്ട്രീയ പോരാട്ടം കേരളത്തിൽ നടത്താൻ കഴിയും എന്ന പ്രതീക്ഷയില്ല. ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഇരിക്കുക, ആ കാലാവധി കഴിയുമ്പോൾ പിന്നെ പതിയെ ഒന്നുമല്ലാതാവുക. ബേബിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ട് നാളുകളേറെയായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാം, മരുമകൻ റിയാസിന് ചെങ്കോലും കിരീടവും ഏൽപ്പിക്കാനുള്ള തിടുക്കപ്പാടിലാണ് അമ്മായിയപ്പനായ പിണറായി വിജയൻ. പിണറായിയെ സംബന്ധിച്ചിടത്തോളം ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, സ്വന്തം കുടുംബത്തിൽ അധികാര പരമ്പര ഉണ്ടാവുക, അധികാര കൈമാറ്റം ഉണ്ടാവുക. അതിന് എന്ത് രീതിയിലുള്ള വൃത്തികേടും കാട്ടിക്കൂട്ടാം എന്നുള്ള ശൈലിയിലേക്കാണ് പിണറായി കുറേ നാളുകളായി തരം താഴ്ന്നിരിക്കുന്നത്. പിണറായിയുടെ ഇപ്പോഴത്തെ അജണ്ട എന്നത് ബേബിയെ അങ്ങനെ വിടാൻ അനുവദിക്കരുത് എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ, പഴയ CPIM അല്ല ഇപ്പോഴത്തെ CPIM. ഇപ്പോഴത്തെ CPIM എന്ന് പറയുന്നത് വെറും സംസ്ഥാന പാർട്ടിയുടെ പ്രാധാന്യമേ ഉള്ളൂ. ദേശീയ തലത്തിൽ CPIM ഉണ്ട് എന്ന് പറയുന്നെങ്കിലും അത് അധികാരത്തിൻ്റെ ഭാഗമൊന്നുമല്ല. അവിടെ ഇവിടെയൊക്കെ മറ്റു ചില രാഷ്ട്രീയ കക്ഷികൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി അവരെയും കൂടെ 1-2 സീറ്റുകളൊക്കെ കൊടുത്ത് സഹകരിപ്പിച്ച് മുന്നോട്ട് പോകുന്നു. അതിൻ്റെ ഭാഗമായി ചില സംസ്ഥാനങ്ങളിൽ നിന്നും ലോക്സഭാ പ്രാതിനിധ്യമുണ്ട്. ഉദാഹരണത്തിന് തമിഴ്നാട്, മറ്റൊന്ന് രാജസ്ഥാൻ. ഇങ്ങനെയൊക്കെയാണ് കുണ്ടുകടത്തിലെ തവളയായി CPIM-ലെ നേതാക്കൾ ഇപ്പോഴും നെഞ്ചുവിരിച്ച് നടക്കുന്നത്. പക്ഷേ യാഥാർത്ഥ്യം കൃത്യമായി അറിയാം. എന്നാൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വീണ്ടും ഒരു അവസരമുണ്ട്. ഒരു തിരിച്ചുവരവിന് വേണ്ടി ശ്രമിക്കുകയാണ് MA ബേബി. ഗോവിന്ദൻ ഇവിടെ നടത്തുന്ന രാഷ്ട്രീയ കൂട്ടുകൃഷിയെല്ലാം പൊളിച്ചെടുക്കാൻ ബേബിക്ക് കിട്ടിയിരിക്കുന്നൊരു അവസരമാണ്. നമുക്കറിയാം, ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ബേബിയെ എതിർത്തുകൊണ്ട് മുന്നോട്ട് വന്നത് അശോക് ദാവളയാണ്. ദാവളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ MV ഗോവിന്ദൻ ചില ഒത്തുതീർപ്പ് ഫോർമുലയുമായി മുന്നോട്ട് പോകുന്നു, സംസ്ഥാന നേതാക്കളും മുന്നോട്ട് പോകുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്.